സംഗതി തുടങ്ങിയത് ഈ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് നൊസ്റ്റാൾജി അടിച്ചിരിക്കുമ്പോഴാണ്. വർഷങ്ങളായി ഞാൻ ഹൊറർ കഥകളൊന്നും വായിച്ചിട്ടില്ല. ഈ ക്രീപ്പി പാസ്റ്റയും ന്യൂ സ്ലീപ്പ് പോലെയുള്ള കഥകളൊന്നും, അറ്റ്ലീസ്റ്റ് ഈ ഇന്റർനെറ്റ് ടൈപ്പ്. എൻ്റെ ടീനേജ് പ്രായത്തിന്റെ ഈ ഒരു അവസാന സമയത്തൊക്കെ എനിക്ക് ഇങ്ങനത്തെ കഥകളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. വലിയ പോളിഷ് ഒന്നും ഇല്ലാതെ ആരോ ഒരാൾ തിരക്കിട്ട് എഴുതി തീർക്കുന്ന പോലത്തെ ഒരു കഥ. ആ കഥ പറച്ചിലിന് അന്നൊരു പ്രത്യേക സുഖമായിരുന്നു. അതൊരു മനുഷ്യൻ എഴുതിയതുപോലെ തോന്നും. നമ്മുടെ ഒരു ഫ്രണ്ട് വന്നിട്ട് ആ ആഴ്ച അവർക്ക് നടന്ന വിയേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് പോലെ. ഞാൻ ബെഡിൽ കിടന്ന് ഇയർബഡ്സ് ഒക്കെ വെച്ച് ലൈറ്റ് ഓഫ് ചെയ്താണ് ഇതൊക്കെ വായിച്ചിരുന്നത്. പേടിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല, ആ ഒരു അൺസെറ്റിലിംഗ് ഫീലിംഗ് ഉറങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു ചടങ്ങ് പോലെയായിരുന്നു. കുറച്ചാഴ്ചകൾക്ക് മുമ്പ് ആ ഒരു ഫീലിംഗ് ഒന്ന് തിരിച്ചു പിടിക്കാൻ ഞാൻ തീരുമാനിച്ചു. രാത്രി നല്ല ലേറ്റ് ആയി കഴിഞ്ഞു, എനിക്ക് നല്ല ബോർ അടിക്കുന്നുണ്ടായിരുന്നു. കൂടെ പഴയ ഓർമ്മകളും. പഴയ ചില ക്ലാസിക് കഥകളൊക്കെ ഒന്നും കൂടെ വായിച്ചാൽ കുഴപ്പമില്ലല്ലോ എന്ന് എനിക്ക് തോന്നി. അങ്ങനെ അത് വായിച്ചപ്പോൾ എനിക്ക് വല്ലാത്തൊരു കംഫർട്ട് ഫീൽ ചെയ്തു. കഥകൾക്കൊക്കെ പ്രായമായിട്ടുണ്ട്, പക്ഷെ കുറെ കാലം കഴിഞ്ഞുകൊണ്ട് എനിക്ക് മിക്കതും പുതിയതുപോലെ ഫീൽ ചെയ്തു. കുറച്ചൊക്കെ ഓർമ്മയുണ്ട്, പക്ഷെ ഒന്നും സ്പോയിൽ ആവാത്ത രീതിയിൽ ഫ്രഷ് ആയിരുന്നു. ഞാൻ മെയിൻ ഹിറ്റുകളൊക്കെ തകർത്ത് വായിച്ചു. ബെൻ റൗണ്ട്, റഷ്യൻ സ്ലീപ്പ് എക്സ്പെരിമെന്റ്, പെൻപാൽ, അങ്ങനെയല്ല. പണ്ട് നിന്ന് പോയ പല ഫോറങ്ങളിലെയും സ്ക്രീൻഷോട്ടുകൾ ചില ഡിജിറ്റൽ ഹോർഡേഴ്സ് ബ്ലോഗുകളിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് വരെ ഞാൻ തപ്പിപ്പിടിച്ചു. എഴുതിയ ആളുടെ പേര് പോലും ഇല്ലാത്ത കഥകൾ. അത് റിയൽ ആണെന്ന് തോന്നിക്കാൻ വേണ്ടി ആളുകൾ അജ്ഞാതരായി പോസ്റ്റ് ചെയ്തിരുന്ന കാലം. പക്ഷെ ആ കംഫർട്ട് അധിക നേരം നീണ്ടു നിന്നില്ല. പഴയതൊക്കെ തീർന്നപ്പോൾ ഇപ്പോൾ ആളുകൾ എന്താണ് എഴുതുന്നത് എന്ന് നോക്കാൻ വേണ്ടി ഞാൻ റെഡിറ്റ് സ്റ്റോറിയിലേക്കൊന്ന് പോയി. അവിടെ പോവണ്ടായിരുന്നു എന്ന് വരെ എനിക്ക് തോന്നിപ്പോയി. എല്ലാം എന്തോ ഒരുപോലെ. ടോണൊക്കെ ഭയങ്കര സ്മൂത്ത് ആണ്, വല്ലാത്തൊരു വൃത്തി. എല്ലാ കഥയും ഒരു നിശ്ചിത വേർഡ് കൗണ്ട് കിട്ടാനെന്ന പോലെ, അല്ലെങ്കിൽ ട്രെൻഡിങ് ആവാൻ വേണ്ടി ചെയ്യുന്നത് പോലെ. അതും അല്ലെങ്കിൽ ഒരു പോപ്പുലർ ഹൊറർ മൂവിയുടെ ഒരു ചീപ്പ് വേർഷൻ. ഒന്നുമില്ലെങ്കിൽ ഭയങ്കര ഫോർമുല ടൈപ്പ്, അല്ലെങ്കിൽ യാതൊരു ബന്ധവും ഇല്ലാത്ത വരികൾ. AI സ്റ്റോറീസ്. പുതിയ പോസ്റ്റുകളിലെ ആ റൊബോട്ടിക് ടോൺ കണ്ടപ്പോൾ ഞാൻ പിറുവിറുത്തു. എനിക്ക് ഓർമ്മയുള്ള പഴയ റൈറ്റേഴ്സിനെ ഞാൻ സെർച്ച് ചെയ്തു, പക്ഷെ അവരുടെ ആക്ടിവിറ്റി ഒക്കെ കുറവാണ്. അവർ ലേറ്റസ്റ്റ് ആയി ചെയ്തത് എന്താണെന്ന് നോക്കിയപ്പോൾ കുറെ കഥകൾ സബ്രെഡിറ്റിൽ നിന്ന് ഒഴിവാക്കിയതാണ്. പണ്ടത്തെ ക്ലാസിക് കഥകളാണെങ്കിൽ പോലും ഇന്നത്തെ ആ റൂൾസ് വെച്ച് അവർ ഡിലീറ്റ് ചെയ്താണ്. കമന്റ് സെക്ഷൻ പോലും ആകെ ബോറായിരുന്നു. എല്ലായിടത്തും ഗ്രേറ്റ് സ്റ്റോറി, ഇതൊരു സീരീസ് ആക്കിക്കൂടെ എന്നൊക്കെയുള്ള കമന്റുകൾ മാത്രം. ആ കഥ അവരെങ്ങനെ ബാധിച്ചു എന്നാരും പറയുന്നില്ല. ഇത് റിയൽ ആണോ എന്നാരും തർക്കിക്കുന്നുമില്ല. അതായിരുന്നല്ലോ പണ്ട് ഇതിൻ്റെയൊക്കെ ഒരു രസം. അങ്ങനെ ഞാൻ അത് തിരഞ്ഞു നടന്നു. മെയിൻ ചാനലുകളിലല്ല, എനിക്ക് വഴി അറിയാം. പഴയ മെയിൻ ബ്ലോഗുകൾ, വിയേർഡ് സൈഡ് ഫോറംസ്, ആരും നോക്കാത്ത ലിങ്ക് ട്രീകൾ, മോഡറേറ്റർമാരില്ലാത്ത എന്തിലും ഞാൻ പോയി തിരഞ്ഞു. കുറെ ഒക്കെ വേസ്റ്റ് ആയിരുന്നു. ഫുൾ സ്മോൾ ലെറ്ററിൽ എഴുതിയ, വേർഡ് പാഡിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത, അവസാനം ഞാൻ ഞെട്ടി എഴുന്നേറ്റു എന്നതിൽ തീരുന്ന കുറെ മണ്ടൻ കഥകൾ. പ്രേതബാധയുള്ള പാവകള്, ഗ്ലിച്ചാവുന്ന മീറ്ററുകള്, കാട്ടിലെ തിരോധാനം, അങ്ങനെയുള്ള കുറെ ചവറ് സാധനങ്ങൾ. പക്ഷെ ഇടയ്ക്കൊക്കെ ചിലത് ക്ലിക്കാവും. അത് നന്നായി എഴുതിയത് കൊണ്ടോ നല്ലപോലെ പേടിപ്പിക്കുന്നത് കൊണ്ടോ അല്ല, മറിച്ച് അത് ശരിക്കും ആ ടൂൺ പിടിക്കുന്നതുകൊണ്ടാണ്. ആരെയും എന്റർടൈൻ ചെയ്യാൻ എഴുതിയതല്ല, മറിച്ച് ഉള്ളിലുള്ള എന്തോ പുറത്തേക്ക് കളയാൻ എഴുതുന്നത് പോലെ. ഒരു സിൻസിയറിറ്റിയാണ് ഇങ്ങനത്തെ കഥകളെ സ്പെഷ്യൽ ആക്കുന്നത്. അത് കാണാനാണ് ഞാൻ ട്രൈ ചെയ്തത്. അങ്ങനെയാണ് മോഡറേറ്റർമാരില്ലാത്തൊരു ഫോറത്തില് ഞാൻ അത് കണ്ടത്. ഡോണ്ട് റീഡ് ദിസ് ഇഫ് യു ലൈക്ക് സ്ലീപ്പിംഗ് എന്നായിരുന്നു ടൈറ്റിൽ. ടി വിയിലെ സ്റ്റാറ്റിക് സൗണ്ടിനെ കുറിച്ചും ഒരു ഉപേക്ഷിക്കപ്പെട്ട മൃഗശാലയെ കുറിച്ചുള്ള രണ്ട് കഥകൾക്കിടയിൽ അത് കുടുങ്ങിക്കിടക്കുമായിരുന്നു. യൂസർ നെയിം ഡിലീറ്റഡ് എന്നാണ്. ടൈം സ്റ്റാമ്പ് നോക്കിയപ്പോൾ ഒരു വർഷത്തിന് മുകളിൽ പഴക്കമുണ്ട്. കമന്റുകളോ അപ്പ് വോട്ടുകളോ ഒന്നുമില്ലാത്ത ഒരു ഡെഡ് ത്രെഡ്. ഇത് വെറും ഉഡായിപ്പായിരിക്കും എന്ന് കരുതി ഞാൻ അതിന് മുകളിൽ മൗസ് വെച്ച് കുറെ നേരം നിന്നു. എങ്കിലും എൻ്റെ ഉള്ളിലെ ആ പഴയ പാതി, ഹെഡ്ഫോണിൽ ഭയാനകമായ സൗണ്ടുകൾ കേട്ടുറങ്ങിയിരുന്ന ആ പഴയ ഞാൻ, അതൊരു നിമിഷമെങ്കിലും റിയൽ ആകട്ടെ എന്ന് ആഗ്രഹിച്ചു. അങ്ങനെ ഞാൻ അത് ക്ലിക്ക് ചെയ്തു. ആ പേജ് ലോഡായപ്പോൾ ഫോർമാറ്റിംഗ് ഒന്നുമില്ലാത്ത ഒരു വെറും പ്ലെയിൻ ടെക്സ്റ്റ് ആയിരുന്നു. ആ ടൂൺ നല്ല കോൾഡായിരുന്നു. ആരെയും ഇംപ്രസ് ചെയ്യാനോ പേടിപ്പിക്കാനോ നോക്കാതെ വെറുതെ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ. മഞ്ഞ റെയിൻകോട്ട് ഇട്ട പെൺകുട്ടി. അവളെക്കുറിച്ച് നീ വായിച്ചു കഴിഞ്ഞാൽ അവൾ പ്രത്യക്ഷപ്പെടും. ആദ്യം നിന്റെ റൂമിന്റെ മൂലയിൽ അവൾ വരും. ഒന്നും മിണ്ടാതെ അനങ്ങാതെ അവിടെ നിൽക്കും. അവളുടെ മുഖം ആ റെയിൻകോട്ടിന്റെ ഹുഡിനുള്ളിൽ ഒളിഞ്ഞിരിക്കും. കണ്ണുകൾ കാണാൻ പറ്റില്ല.
പക്ഷേ അവളുടെ നോട്ടം നിന്റെ മേലുണ്ടെന്ന് നിനക്ക് ഫീൽ ചെയ്യും. അവൾ ഒരിക്കലും സംസാരിക്കില്ല. ആ മഞ്ഞ റെയിൻകോട്ട് ഇട്ട പെൺകുട്ടി വെറും കഥയല്ലെന്ന് തോന്നുന്നു. അവൾ കണ്ണ് ചിമ്മില്ലായിരുന്നു. വെറുതെ അവിടെ നിന്ന് കുതിർന്നു നിൽക്കും. ആ കഥയിൽ വലിയ ടെൻഷനോ പെട്ടെന്ന് ഞെട്ടിക്കുന്ന ജംപ് സ്കെയർസോ ആരെങ്കിലും മരിക്കുന്നതോ ഒന്നുമില്ലായിരുന്നു. അവളെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ പ്രത്യക്ഷപ്പെടുമെന്നും പിന്നെ അവൾ വന്നുകൊണ്ടേയിരിക്കുമെന്നും മാത്രമേ അതിൽ പറയുന്നുള്ളൂ. ഓരോ രാത്രിയും അവൾ കൂടുതൽ അടുത്ത് വരും. നമ്മളിലെ പേടിയാണ് അവളുടെ ഭക്ഷണം. പേടിച്ച് പേടിച്ച് മതിയാവുമ്പോൾ അവൾ നമ്മളെ പിടിക്കും. പക്ഷേ അവൾ എന്താണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ഒരറിവുമില്ല. കാരണം അവളുടെ അടുത്തുപെട്ട ആരും ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല. നീ എത്രത്തോളം പേടിക്കുന്നുവോ അത്രത്തോളം അവൾ നനയും എന്നായിരുന്നു ആ വരികൾ. അത് വായിച്ചപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. ആ കഥയിൽ അവസാന വരി മാത്രം ബോൾഡ് ലെറ്ററിൽ എഴുതിയിട്ടുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചു. പുലർച്ചെ 3:41 ആവുകയും അവൾ നിന്റെ ബെഡിന്റെ അറ്റത്ത് നിൽക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാം വൈകി. ഞാൻ ഒന്ന് പുച്ഛിച്ചു. 2000 തുടക്കത്തിൽ വരുന്ന ചെയിൻ മെയിലുകൾ പോലെ തോന്നി. ഇത് 10 പേർക്ക് അയച്ചില്ലെങ്കിൽ നീ 7 ദിവസത്തിനുള്ളിൽ മരിക്കും എന്നൊക്കെ പറയുന്ന ടൈപ്പ്. അതിൻ്റെ ആ മൊത്തത്തിലുള്ള പോക്ക് കണ്ടപ്പോൾ അതൊരു തമാശയാണെന്ന് എനിക്ക് തോന്നിയുള്ളൂ. ഞാൻ ആ സൈറ്റ് ക്ലോസ് ചെയ്ത് ബ്രൗസർ അടച്ചു. അന്നത്തേക്ക് അത് മതിയായിരുന്നു. നല്ലൊരു കഥ വായിച്ച് നിർത്തണമെന്നുണ്ടായിരുന്നു. പക്ഷേ സമയം ഒരുപാട് വൈകി. അന്ന് രാത്രി 2 മണിക്ക് ബാത്റൂമിൽ നിന്ന് പല്ല് തേക്കുമ്പോൾ വാതിലിന് പുറകിൽ എന്തോ ഒരു ശബ്ദം കേട്ടു. ആരോ ഒരു തവണ പതുക്കെ മുട്ടിയതുപോലെ. ഞാൻ അവിടെ ഫ്രീസായി നിന്നു. എൻ്റെ ബ്രഷ് വായിലിരുന്ന് മൂളുന്നുണ്ടായിരുന്നു. ടാപ്പ് ഓഫ് ചെയ്ത് ഞാൻ ഒന്ന് ശ്രദ്ധിച്ചു. ഒന്നുമില്ല. വെന്റിലേറ്ററിൻ്റെ ഒരു ചെറിയ ശബ്ദം മാത്രം. വാതിൽ തുറന്നു നോക്കിയപ്പോൾ ഹാൾവേ എംപ്റ്റിയാണ്. ഞാൻ തിരിച്ച് സിങ്കിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴാണ് ആ കാഴ്ച കണ്ടത്. വാതിൽ പടിയിലെ കാർപ്പറ്റിൽ ഒരു നനവ്. ഞാൻ കുറച്ചു നേരം അത് നോക്കിയിരുന്നു. പിന്നെ വിട്ടു കളഞ്ഞു. പല്ല് തേക്കുമ്പോൾ വെള്ളം തെറിച്ചതാവും, അല്ലെങ്കിൽ നേരത്തെ മഴ വന്നപ്പോൾ പറ്റിയതാവാം. എനിക്ക് കൃത്യമായി ഓർമ്മയില്ല. ലൈറ്റ് ഓഫ് ചെയ്ത് ഞാൻ ഉറങ്ങാൻ പോയി. പെട്ടെന്ന് എൻ്റെ സ്വന്തം ഹൃദയമിടിപ്പ് കേട്ടാണ് ഞാൻ ഞെട്ടി എഴുന്നേറ്റത്. റൂമിൽ ശബ്ദമൊന്നുമില്ല. പേടി സ്വപ്നം കണ്ടിട്ടുമില്ല. പക്ഷേ എന്തോ ഓടി വന്നതുപോലെ എൻ്റെ നെഞ്ച് പടപടാന്നടിക്കുന്നു. ഞാൻ അനങ്ങാതെ സീലിങ്ങിലേക്ക് നോക്കി കിടന്നു. പതുക്കെ ക്ലോക്കിലേക്ക് നോക്കി. 3:41 AM. എൻ്റെ നെഞ്ചിലൂടെ ഒരു തണുപ്പ് പാഞ്ഞുപോയി. ഇതെന്ത് വല്ലാത്തൊരു കോയിൻസിഡൻസ് ആണ്. 1,00,000 പേര് ഈ കഥ വായിച്ചാൽ അതിലൊരാളെങ്കിലും ഈ ടൈമിൽ എഴുന്നേക്കാൻ ചാൻസ് ഉണ്ട്. ആ ഒരാൾ ഞാനായി എന്ന് മാത്രം. അങ്ങനെ ആശ്വസിക്കാനേ എനിക്ക് പറ്റുള്ളൂ. ഞാൻ പതുക്കെ എഴുന്നേറ്റിരുന്നു. റൂമിൽ നല്ല നിശബ്ദത. ഇലക്ട്രോണിക് സാധനങ്ങളുടെ മൂളലോ പുറത്ത് വണ്ടികളുടെ ശബ്ദമോ ഇല്ല. പക്ഷേ ആരെന്നെ നോക്കുന്നുണ്ടെന്നൊരു ഫീലിംഗ്. പേടിയല്ല, പകരം വല്ലാത്തൊരു അസ്വസ്ഥത. നമ്മൾ എന്തെങ്കിലും എഴുതുമ്പോൾ ആരെങ്കിലും പുറകിൽ നിന്ന് ഒളിഞ്ഞു നോക്കിയാൽ തോന്നുന്ന ആ ഒരു ഫീലിംഗ്. റൂമിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടില്ല. വിൻഡോ കർട്ടൻസ് ഒക്കെ അടഞ്ഞു തന്നെയാണ് ഇരിക്കുന്നത്. വാതിൽ ലേശം തുറന്നിട്ടുണ്ട്. മൂലയിലൊന്നും ആരും നിൽക്കുന്നില്ല. പക്ഷെ വാതിലിനടുത്തുള്ള കാർപ്പറ്റിൽ വീണ്ടും നനവ്. ഞാൻ എഴുന്നേറ്റത് തൊട്ടുനോക്കി. സംശയമില്ല, നല്ല നനവുണ്ട്. ഒരു ലീക്ക് എന്ന് പറയാൻ മാത്രമില്ലെങ്കിലും എന്തോ ഒരു പന്തികേട്. ഞാൻ തിരിച്ച് ബെഡിൽ വന്ന് ലാപ്ടോപ്പ് തുറന്നു. ആ ഫോം അവിടെ തന്നെയുണ്ട്, അതേ പഴയ ലുക്കിൽ. ഞാൻ ആ ത്രെഡ് എടുത്തു. ഡോണ്ട് റീഡ് ദിസ് ഇഫ് യു ലൈക്ക് സ്ലീപ്പിംഗ്. കമൻറ്റുകളോ ലൈക്കുകളോ ഒന്നുമില്ല. ആ യൂസറുടെ പ്രൊഫൈൽ നോക്കിയപ്പോൾ ഡിലീറ്റഡ് എന്ന് കാണിക്കുന്നു. മെസ്സേജ് അയക്കാൻ വഴിയില്ല. മോഡറേറ്റർ ലിസ്റ്റ് നോക്കിയപ്പോൾ ഒരാളുടെ പേരുണ്ട്. പക്ഷേ പുള്ളിയും കാലങ്ങളായി ആ സൈറ്റിൽ വന്നിട്ടില്ല. എങ്കിലും ഞാൻ ഒരു അക്കൗണ്ട് ഉണ്ടാക്കി അതിൽ റിപ്ലൈ കൊടുത്തു. ഇതൊരു തമാശയാണോ? വേറെ ആരെങ്കിലും ഇത് വായിക്കുന്നുണ്ടോ? കുറച്ച് മിനിറ്റ് കഴിഞ്ഞിട്ടും ഒന്നും നടന്നില്ല. ഞാൻ 1-2 തവണ പേജ് റിഫ്രഷ് ചെയ്തു. 3-ാമത്തെ തവണ ഞാൻ പ്രതീക്ഷ കൈവിട്ടു. ആ സൈറ്റിൽ ആരും ആക്റ്റീവ് അല്ല. പെട്ടെന്നൊരു റിപ്ലൈ കിട്ടാൻ ചാൻസ് ഇല്ല. ഏതോ ഒരു ഘട്ടത്തിൽ ഞാൻ ഉറങ്ങിപ്പോയി. എത്ര നേരം ഉറങ്ങിയെന്ന് അറിയില്ല. പെട്ടെന്ന് എന്തോ ഒന്ന് എന്നെ ഉണർത്തി. കണ്ണു തുറന്നതും ഞാൻ നേരെ നോക്കിയത് റൂമിൻ്റെ മൂലയിലേക്കാണ്. അവൾ അവിടെ നിൽക്കുന്നു, അനങ്ങാതെ. കുഞ്ഞൊരു രൂപം. നനഞ്ഞു കുതിർന്ന ആ മഞ്ഞ റെയിൻകോട്ട് അവളുടെ മേൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. ഹുഡ് ഇട്ടിട്ടുണ്ട്. മുഖം കാണാൻ പറ്റുന്നില്ല. നിഴലിൽ മറഞ്ഞു നിൽക്കുകയാണ്. അവളുടെ തല ഒരു വശത്തേക്ക് ചരിഞ്ഞിരിക്കുന്നു. ഒരു നോർമലായ ചെരിവല്ലാതെ. കണ്ടാൽ തന്നെ എന്തോ പന്തികേട് തോന്നും. അവൾ അവിടെ തന്നെ നിന്നു. ഞാൻ അലറി വിളിച്ചുകൊണ്ട് ലൈറ്റ് ഇട്ടു. ആ മൂല എംപ്റ്റി ആയി. പക്ഷെ ആ കാർപ്പറ്റിൽ വെള്ളം നനഞ്ഞതിൻ്റെ ഒരു അടയാളം മാത്രം അവിടെ ബാക്കിയുണ്ടായിരുന്നു.
പിന്നീടുള്ള കുറച്ച് രാത്രികൾ ഉറക്കമില്ലാത്തതും പേടി നിറഞ്ഞതുമായിരുന്നു. പകുതി ഉറക്കത്തിലും പകുതി ഉണർവിലും ഇരിക്കുന്ന ആ ഒരു അവസ്ഥയിലാണ് അവൾ എപ്പോഴും വരുന്നത്. ഉറക്കത്തിൽ നിന്ന് അലറി വിളിച്ച ആ രാത്രിക്ക് ശേഷം അടുത്ത ദിവസം അവൾ വാതിലിനടുത്ത് തന്നെ നിന്നു. അതേ സ്ഥലം, അതേ മഞ്ഞ റെയിൻകോട്ട്, നനഞ്ഞ കൈകൾ, താഴ്ത്തിയിട്ട ഹുഡ്. മുഖം കാണാൻ പറ്റുന്നില്ല. അടുത്ത രാത്രി അവൾ കുറച്ചും കൂടി അടുത്ത് ഒരു മൂലയിൽ നിന്നു. ഇപ്പോഴും ശബ്ദമില്ല, അനക്കവും ഇല്ല. ഞാൻ ലൈറ്റുകൾ ഓഫ് ചെയ്തില്ല. പകൽ ഉറങ്ങാൻ നോക്കി, ഷിഫ്റ്റ് ഇട്ട് ഉറങ്ങാൻ നോക്കി. പക്ഷേ ഓരോ തവണ കണ്ണു തുറക്കുമ്പോഴും അവൾ ലേശം കൂടി അടുത്തെത്തിയിട്ടുണ്ടാവും. പിന്നീട് ഞാൻ അലറി വിളിക്കുന്നത് നിർത്തി. പക്ഷെ അവളെ കാണുമ്പോൾ എൻ്റെ ഉള്ളിലൂടെ ഒരു മിന്നൽ പായും. മൂന്നാമത്തെ രാത്രി അവൾ എൻ്റെ ക്ലോസറ്റിൻ്റെ മുന്നിലായിരുന്നു. ഇത്തവണ എനിക്ക് അവളെ കുറച്ചുകൂടി വ്യക്തമായി കാണാമായിരുന്നു. ആ റെയിൻകോട്ട് നല്ല പഴകിയതാണ്. കീറിയിട്ടൊന്നുമില്ലെങ്കിലും സാധാരണ ഉപയോഗം കൊണ്ട് വരാത്ത തരം പഴക്കതിനുണ്ട്. പ്ലാസ്റ്റിക് അവിടെ ഇവിടെയായി പൊങ്ങി നിൽക്കുന്നു. ചെളിയും കറുത്ത പാടുകളും അതിലുണ്ട്. അവളുടെ കൈകൾ വടി പോലെ താഴ്ന്നു കിടക്കുന്നു. ഹാർഡ്ബോർഡ് ഫ്ലോറിൽ വെള്ളം കെട്ടി കിടക്കുന്നുണ്ടായിരുന്നു. സാധാരണ ആ തടി അത് വലിച്ചെടുക്കേണ്ടതാണ്. പക്ഷെ ഇവിടെ അതുണ്ടായില്ല. ഞാൻ നോക്കി നിൽക്കുമ്പോൾ അവൾ അനങ്ങില്ല. ക്യാമറയിൽ അവളെ കാണാനും പറ്റില്ല. ഫോൺ റെക്കോർഡിംഗ്, ലാപ്ടോപ്പ് വെബ് ക്യാം, പഴയ ഒരു ഹാൻഡ് ക്യാം എല്ലാം ഞാൻ നോക്കി. ഫുട്ടേജ് നോക്കുമ്പോൾ ഒന്നും കാണില്ല. പക്ഷെ റിഫ്ലക്ഷൻസ് അത് വേറെയായിരുന്നു. ഞാൻ അത് ആദ്യം ബാത്റൂമിലാണ് ശ്രദ്ധിച്ചത്. തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ പുറകിൽ ആരുമില്ല. പക്ഷെ കണ്ണാടി നോക്കുമ്പോൾ ഹാളിന്റെ അറ്റത്ത് ഒരു രൂപം നിൽക്കുന്നു. ഞാൻ പതുക്കെ പുറകോട്ട് നടന്നു. തല തിരിക്കാനേ പോയില്ല. അതിനുശേഷം ഞാൻ വീട്ടിലെ കണ്ണാടികളൊക്കെ മൂടി വെച്ചു. ഇതൊരു ശാപമാണെങ്കിൽ തന്നെ അത് എത്രത്തോളം പോകുമെന്ന് എനിക്കറിയണമായിരുന്നു. ഞാൻ റിസർച്ചും വായനയും തുടങ്ങി. ആ ഫോറം കൊണ്ട് ഗുണമൊന്നുമില്ലെന്ന് മനസ്സിലായപ്പോൾ ഞാൻ കുറച്ചും കൂടെ ആഴത്തിൽ തിരഞ്ഞു. പഴയ ബ്ലോഗുകൾ, ഉപേക്ഷിക്കപ്പെട്ട വെബ്സൈറ്റുകൾ, പഴയ ഹൊറർ ഗ്രൂപ്പിന്റെ സ്ക്രീൻഷോട്ട്സ്, 10 വർഷമായി ആരും തൊടാത്ത സൈറ്റുകൾ വരെ ഞാൻ തപ്പി. എല്ലായിടത്തും ഒരേ പാറ്റേൺ തന്നെയായിരുന്നു. ഒരു കഥ, അവളെ കണ്ടതിനെ കുറിച്ചുള്ള പോസ്റ്റ്, പിന്നെ ആ യൂസറെ കുറിച്ച് വിവരമൊന്നുമില്ല. മിക്ക സൈറ്റുകളും ഡിലീറ്റ് ചെയ്യപ്പെട്ടതോ അല്ലെങ്കിൽ സ്പാം ബോട്ടുകൾ നശിപ്പിച്ചതോ ആയിരുന്നു. പക്ഷെ 2006 ഒരു പോസ്റ്റ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ലോക് ജോ മൈൽ എന്ന യൂസർ എഴുതിയ നറേറ്റീവ് ലീച്ച്. അതിൽ എഴുതിയിരിക്കുന്നത് അവൾ ഒരു പാരസൈറ്റ് ആണെന്ന. കഥകളിലൂടെയാണ് അവൾ പടരുന്നത്. നീ അവളെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അവൾ നിന്നെ കുറിച്ചും പഠിക്കും. അവൾ ഉണ്ടാക്കുന്ന പേടിയാണ് അവളുടെ ഭക്ഷണം. നിന്റെ ചിന്തകളാണ് അവൾക്ക് രൂപം നൽകുന്നത്. 3 തവണ ഞാൻ അത് വായിച്ചു. ഒന്നും മനസ്സിലായില്ലെങ്കിലും അതെല്ലാം വിശദീകരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഉറങ്ങുന്നത് നിർത്തി. പേടി കൊണ്ട് മാത്രമല്ല, എൻ്റെ ശരീരം തന്നെ ഉറക്കത്തെ റിജക്റ്റ് ചെയ്യാൻ തുടങ്ങി. മയങ്ങി തുടങ്ങുമ്പോഴേക്കും ഞാൻ ഞെട്ടി എണീക്കും. ഹൃദയം പടപടാന്നടിക്കും. കണ്ണടയ്ക്കുമ്പോൾ കാണുന്ന ആ ഇരുട്ടിലും അവൾ ഉണ്ടാവും. ജനലിലെ റിഫ്ലക്ഷനിലൂടെ അവളുടെ രൂപം കാണുന്നത് സഹിക്കാൻ വയ്യാതെ ഞാൻ ജനലൊക്കെ പലക വെച്ച് മൂടി. വീട്ടിലെ കണ്ണാടികളും സ്ക്രീനും എല്ലാം ഞാൻ ഒഴിവാക്കി. പക്ഷെ ഇതൊന്നും എന്നെ രക്ഷിക്കാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാമായിരുന്നു. 24 മണിക്കൂറും വീട്ടിലെ എല്ലാ ലൈറ്റും ഞാൻ ഇട്ടു. ഏതെങ്കിലും ബൾബൊന്ന് ഫ്യൂസ് ആയി പോയാൽ അപ്പോൾ തന്നെ ഞാനത് മാറ്റും. എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് വട്ടായെന്ന് വിചാരിച്ചാണ് ഞാൻ ആരുടെയും കോൾ എടുക്കുന്നത് നിർത്തി. ഒരാൾ വന്ന് 20 മിനിറ്റ് വാതിൽ മുട്ടി. ഞാൻ അനങ്ങിയില്ല. ആരെങ്കിലും പോലീസിനെ വിളിക്കുന്നു ഞാൻ വിചാരിച്ചു. പക്ഷെ ആരും വന്നില്ല. ഞാൻ ഈ അവസ്ഥയിൽ ഇരിക്കുന്നത് അവർ കാണുന്നതിൽ എനിക്ക് വിഷമമില്ല. പക്ഷെ അവരിതിനെക്കുറിച്ചറിഞ്ഞാൽ ഈ ശാപത്തിൽ അവരും പെടുമല്ലോ എന്നോർത്തായിരുന്നു എൻ്റെ പേടി. ഞാൻ എന്ത് ചെയ്താലും അവൾ അടുത്ത് വന്നുകൊണ്ടേയിരുന്നു. ഞാൻ അവളുടെ അനക്കം കാണുന്നില്ല. പക്ഷെ ഓരോ രാത്രിയും ഞങ്ങൾക്കിടയിലുള്ള ദൂരം ഇഞ്ചുകളായി കുറഞ്ഞു വന്നു. ആദ്യം റൂമിൻ്റെ അങ്ങേ അറ്റത്തായിരുന്നു. പിന്നെ എൻ്റെ ബെഡിൻ്റെ അറ്റത്തായി. ഇപ്പോൾ അവൾ എൻ്റെ ബെഡിൻ്റെ തൊട്ടടുത്ത് നിൽക്കുകയാണ്. ആ നനഞ്ഞ റെയിൻകോട്ടിലെ വെള്ളം എൻ്റെ ബെഡിൽ ഇറ്റിറ്റായി വീഴുന്നുണ്ട്. അവൾ നിൽക്കുന്നിടത്ത് ആ വെള്ളം വല്ലാത്തൊരു തണുപ്പോടെ പടരാൻ തുടങ്ങി. തറയിലെ പലകകളൊക്കെ നനഞ്ഞു പൊങ്ങുന്നുണ്ടായിരുന്നു. അത് കണ്ട അഴുകിയതുപോലെ തോന്നില്ല. പകരം ബിൽഡിംഗ് തന്നെ അവളെ പുറന്തള്ളാൻ ശ്രമിക്കുന്നത് പോലെ തോന്നും. റിയാലിറ്റി അവളെ തടയാൻ നോക്കുന്നുണ്ട്. പക്ഷേ എപ്പോഴും അവൾ തന്നെ ജയിക്കും. ഞാൻ വട്ടായതുപോലെ വീണ്ടും ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി. എന്നെപ്പോലെ വേറെ ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടാകുമെന്നും അവളോട് പൊരുതി ജയിച്ചിട്ടുണ്ടാകുമെന്നും ഞാൻ വിശ്വസിച്ചു. പാസ്വേഡ് ഇട്ട ബ്ലോഗുകളും പഴയ ലിങ്ക് ഹബ്ബുകളും എല്ലാം ഞാൻ അരിച്ചു പെറുക്കി. മിക്ക ഹൊറർ കഥകളും വായിക്കുമ്പോൾ ഇത് അവളാണോ എന്ന് എനിക്ക് തോന്നും. പക്ഷെ ഒന്നും കൃത്യമായി ഒത്തുവരുന്നില്ല. 20 വർഷമായി ഇൻ്റർനെറ്റിൽ കിടക്കുന്ന ക്ലോൺ കഥകൾക്കിടയിലും സത്യം കണ്ടുപിടിക്കാൻ പാടായിരുന്നു. ചിലപ്പോൾ ഈ കഥകളിൽ നിന്നെല്ലാം അവൾ തന്നെ നിർമ്മിച്ചെടുത്തതാകാം എന്നെനിക്ക് തോന്നി. ആയിരക്കണക്കിന് ആളുകളുടെ പേടിയാണ് അവൾ ഉണ്ടാക്കിയത്. ദിവസങ്ങൾ കടന്നുപോയി. എൻ്റെ ശരീരം വേദനിക്കാൻ തുടങ്ങി.
കണ്ണുകൾ ചുവന്നു. ഉറക്കം എന്നത് മരണത്തിലേക്കുള്ളൊരു വഴിയായി എനിക്ക് തോന്നി. അങ്ങനെയിരിക്കെ അപ്രതീക്ഷിതമായി ആ ഫോറത്തിൽ എനിക്കൊരു പ്രൈവറ്റ് മെസ്സേജ് വന്നു. വെറും നമ്പറുകൾ മാത്രമുള്ള ഒരു യൂസർ നെയിം, പ്രൊഫൈലോ ഹിസ്റ്ററിയോ ഒന്നുമില്ല. ആ മെസ്സേജിൽ എങ്ങനെയുണ്ടായിരുന്നു: ആദ്യമായി ആ കഥ പോസ്റ്റ് ചെയ്തത് ഞാനാണ്. നിന്നെപ്പോലെ തന്നെ ഞാനും അവളെ കണ്ടു. പക്ഷേ ഞാൻ സർവൈവ് ചെയ്തു. ആദ്യമായി എൻ്റെ ഉള്ളിൽ ഒരു പ്രതീക്ഷ ഉണ്ടായി. നിനക്ക് ഇനി അധികം സമയമില്ല. ഞാൻ ആ കഥ എഴുതിയപ്പോൾ മോഡറേറ്റർ കരുതിയത് ഞാനാണ് അയാളെ പേടിപ്പിക്കുന്നത് എന്നാണ്. അയാൾ എൻ്റെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തു. പക്ഷെ അയാൾക്ക് തെറ്റിപ്പോയി. ഞാനല്ല, ആ കഥയാണ് അവളെ ഉണ്ടാക്കുന്നത്. അവൾ വെറും ഫിക്ഷനാണ്. അവളുടെ കഥ എഴുതി നീ മറ്റൊരാൾക്ക് പാസ് ചെയ്യുക, അതൊരു വലിയ പാപമായിട്ട് എനിക്ക് തോന്നി. മനഃപൂർവ്വം ചെയ്യുന്നൊരു കൊലപാതകം പോലെ. പക്ഷെ മരിക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. ഞാൻ തിരിച്ച് മെസ്സേജ് അയച്ചെങ്കിലും മറുപടി വന്നില്ല. ആ മെസ്സേജ് അവിടെ തന്നെയിരുന്നു. ആഴ്ചകൾക്ക് ശേഷം ആദ്യമായി ഞാൻ ഒന്ന് ചിന്തിക്കാൻ തുടങ്ങി. ഇത് വെറുതെ സർവൈവ് ചെയ്യാനുള്ളൊരു പോരാട്ടമല്ല, ഇത് അവസാനിപ്പിക്കാനുള്ളൊരു വഴിയാണ്. തീരുമാനം എടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ട് തോന്നി. ഞാൻ ഈ കഥ എഴുതിയ ആരെങ്കിലും അത് വായിക്കും. അവർ ആ മഞ്ഞ റെയിൻകോട്ടിനെ കുറിച്ചും നനഞ്ഞ രൂപത്തെക്കുറിച്ചും ചിന്തിക്കും. അത്രയും മതി അവളെ അവരുടെ അടുത്തേക്ക് വിളിക്കാം. അവർക്ക് അവളെ ഇൻവൈറ്റ് ചെയ്യണമെന്ന് ഉണ്ടാവില്ല. ഉറങ്ങുന്നതിന് മുമ്പ് വെറുതെ ഒരു ഹൊറർ സ്റ്റോറി നോക്കുന്നവരായിരിക്കും അവർ. പക്ഷേ അവൾ അവിടെ എത്തും. ഞാൻ ഫ്രീ ആകും. മണിക്കൂറുകളോളം ഞാൻ ഡെസ്കിന് മുന്നിലിരുന്നു. എൻ്റെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഓരോ വാക്കും ഞാൻ ശ്രദ്ധിച്ചെഴുതി. ആ ത്രെഡ് ഇപ്പോൾ റെഡിയാണ്. എല്ലാ ഡീറ്റെയിൽസും അതിലുണ്ട്. ഇതിലൂടെ വേറെ ഒരാൾ സഫർ ചെയ്യുമെന്ന ചിന്ത എന്നെ വേട്ടയാടി. ഒരാളുടെ ഉറക്കമില്ലാത്ത രാത്രികൾ മറ്റൊരാൾക്ക് കൈമാറുകയാണ്. ഞാൻ അവരെ നരകത്തിലേക്ക് തള്ളുകയല്ല, പകരം എനിക്ക് കിട്ടിയ അതേ ചാൻസ് ഞാൻ അവർക്ക് കൊടുക്കുകയാണ് എന്ന് ഞാൻ എന്നെ തന്നെ വിശ്വസിപ്പിച്ചു. ചിലപ്പോൾ എന്നേക്കാൾ കരുത്തനായ ഒരാൾക്ക് ഇത് അവസാനിപ്പിക്കാൻ കഴിഞ്ഞാലോ? പക്ഷേ എൻ്റെ കുറ്റബോധം മാറിയില്ല. മൗസ് പോസ്റ്റ് എന്ന ബട്ടണിൽ ഇരിക്കുകയാണ്. പെട്ടെന്ന് എൻ്റെ പുറകിലെ വായു മാറി, തണുപ്പ് കൂടി. ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. മോണിറ്ററിലെ ആ ബ്ലാക്ക് ഗ്ലാസ്സിൽ അവളുടെ റിഫ്ലക്ഷൻ ഞാൻ കണ്ടു. നനഞ്ഞു കുതിർന്ന ആ മഞ്ഞ റെയിൻകോട്ട് എൻ്റെ കസാരയ്ക്ക് പിന്നിൽ നിൽക്കുന്നു. അവളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. തറയിലേക്ക് വെള്ളം ഇറ്റിറ്റ് വീഴുന്ന ശബ്ദം കേട്ടു. കെട്ടിക്കിടക്കുന്ന ആ വെള്ളത്തിൻ്റെ നാറ്റം എൻ്റെ മൂക്കിലേക്ക് അടിച്ചു കയറി. ഞാൻ ക്ലോക്കിലേക്ക് നോക്കി. 3:41 AM. ഞാൻ പോസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു.